അതായത് കേരളത്തിൻ്റെ സ്റ്റോറി എന്ന പേരിൽ അനവധി തരത്തിൽ ധ്രുവീകരണ ശ്രമങ്ങൾ നടക്കുകയാണ്. കുംഭമേള നടന്ന സമയത്താവട്ടെ, വെള്ളാപ്പള്ളിയുടെ നാവിലൂടെ ആവട്ടെ, അത്തരത്തിലുള്ള അനവധി ധ്രുവീകരണ ശ്രമങ്ങൾ നടക്കുകയാണ്. അതിപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഒന്ന് പത്തി താഴ്ത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ മുഴുവനുള്ള ഹൈന്ദവ വിഭാഗം അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് രൂപീകരിക്കപ്പെട്ടതാണെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ തലത്തിലും അഖില ലോക തലത്തിലും വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അത് നടത്തുന്ന സമയത്ത് ബൈത്തുർ റഹ്മ പോലുള്ള ഭവന പദ്ധതികളാവട്ടെ, അതല്ലെങ്കിൽ വയനാട്ടിലെ വീട് വയ്ക്കുന്ന പരിപാടികളാവട്ടെ, അവിടെ ഒന്നും തന്നെ വലിയ PR വർക്ക് നടത്താനോ അല്ലെങ്കിൽ വേറൊന്നിനല്ല ശ്രമിച്ചത്. മനുഷ്യരിലേക്ക് സ്നേഹവും അലിവും എത്തിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അത് ഞാൻ കാലങ്ങളായി നോക്കിക്കാണുന്നൊരു സംഗതിയാണ്. ഞാനൊരു ക്ഷേത്ര കലാകാരനായിട്ടുള്ള ഞെരളത്ത് രാമപൊതുവാളുടെ അദ്ദേഹത്തിൻ്റെ കല പിന്തുടരുന്ന 7 മക്കളിൽപ്പെട്ട ആ കല പിന്തുടരുന്ന ഒരേ ഒരു മകനാണ്. ബാക്കി ആരും ആ കല പിന്തുടരുന്നില്ല. ആ കലയിലേക്ക് ഞാൻ വന്നത് കലയിലൂടെ ഇവിടുത്തെ മാനവികത അല്ലെങ്കിൽ സൗഹാർദ്ദം എങ്ങനെ ഊട്ടിയുറപ്പിക്കാം എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ കലയ്ക്ക് നിലയും വില ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ആ കലാരൂപം വെറുമൊരു ക്ഷേത്ര കേന്ദ്രിത കല മാത്രമല്ലാതെ എല്ലാ മനുഷ്യരും അത് പാടുന്ന സ്ഥലത്ത് ഒരുമിച്ച് ജാതിയും മതവും രാഷ്ട്രീയവും മറന്നിരിക്കണം എന്ന ആഗ്രഹത്തിൽ കൂടിയാണ് ഞാനതിലേക്ക് വന്നത്. കാരണം ഞാനതിലേക്ക് വരുന്ന സമയത്ത് ആ കല ഏതെങ്കിലും 2-3 സമുദായക്കാർക്ക് മാത്രമേ അത് അവതരിപ്പിക്കാൻ പോലും അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 15ഓളം സ്ത്രീകൾ ആ കലാരൂപം അവതരിപ്പിക്കുന്നുണ്ട്, 2 മുസ്ലിം യുവാക്കൾ കലാരൂപം അവതരിപ്പിക്കുന്നുണ്ട്, ഒരു ക്രിസ്ത്യൻ പാതിരി ഇടയ്ക്കൂട്ടി പാടുന്നുണ്ട്. ആ തരത്തിലേക്ക് കഴിഞ്ഞ 20 വർഷം കൊണ്ട് അതിനെ വളർത്തിയെടുക്കാൻ ഞാൻ എന്തിനാണോ ഈ കലയിലേക്ക് വന്നത്, ആ ദൗത്യം ഞാൻ പൂർണ്ണമായിട്ടും, അതായത് പ്രത്യേകമായ സമുദായങ്ങളിൽ നിന്ന് ആ കലയെ മോചിപ്പിച്ച് അത് മനുഷ്യരിലേക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു രാഷ്ട്രീയ ദൗത്യം കലാരംഗത്ത് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് നിർവഹിക്കാനുള്ളത് കുറച്ച് സാമൂഹ്യ ധ്രുവീകരണ സാധ്യതകളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. കാരണം IUML എന്ന് പറയുന്നത് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ട് യാതൊരു താരതമ്യവുമില്ലാത്ത വളരെ യുണീക്കായിട്ടുള്ളൊരു പാർട്ടിയാണ് എന്ന് വളരെ കാലങ്ങളായിട്ട് ഞാൻ നിരീക്ഷിക്കുന്നതാണ്. അതിൻ്റെ കാരണം അവർ പ്രവൃത്തിയിലാണ്, മനുഷ്യനോടുള്ള കൂടെ നിൽക്കലിലാണ് അവർ രാഷ്ട്രീയം പ്രയോഗിക്കുന്നത്, അതല്ലാതെ PR വർക്കിലല്ല. ഇതാണ് കാരണം. അതായത് ഞാനിപ്പോൾ നേരത്തെ പാടിയ പാട്ടിലൊക്കെ 2 വരികളെ പാടിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ബാക്കി 2 വരികളും കൂടി ഉണ്ട്. അത് പാടാം. മനുഷ്യരാവണം നാം മണ്ണിൽ, മതങ്ങളിൽ വേണ്ട ഭ്രമം, മതങ്ങളിൽ വേണ്ട ഭ്രമം. മനുഷ്യരാവണം നാം മണ്ണിൽ, മതങ്ങളിൽ വേണ്ട ഭ്രമം, മതങ്ങളിൽ വേണ്ട ഭ്രമം. പടച്ചവനീശോ ഭഗവാനെ നിങ്ങൾ ചോര കൊതിക്കുന്നുവോ, മനുജന്റെ ചോര കൊതിക്കുന്നുവോ. മനുഷ്യരാവണം നാം മണ്ണിൽ, മതങ്ങളിൽ വേണ്ട ഭ്രമം.